കോഴിക്കോട് എലത്തൂർ വിജിൽ വധക്കേസിൽ പ്രതികളുമായി ഇന്നും തെളിവെടുപ്പ് നടത്തും. വിജിലിന്റെ അസ്ഥികൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. സരോവരം പാർക്കിനോട് ചേർന്ന ഭാഗത്താണ് ഇന്നും പരിശോധന നടത്തുക. ഇന്നലെ മുഖ്യപ്രതി എലത്തൂർ സ്വദേശി കെ നിഖിലുമായി നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗോകുൽ കെ വേണുഗോപാലാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ഇന്നത്തെ ഒരു നീക്കം എങ്ങനെയാണ്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഇന്നലെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണിവരെ ഈ പറഞ്ഞ സരോവരം പാർക്കിനടുത്ത ചതുപ്പ് നിലത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. 150 മീറ്ററോളം നീളത്തുള്ള ചതുപ്പ് നിലത്തിൽ കണ്ടെത്തുക എന്നത് ദുഷ്കരമായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഇന്നലെ പരിശോധന നടത്തിയത്. ഇന്നലെ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് കൂടുതൽ യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. കെടാവർ നായ ഉൾപ്പെടെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമവും അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ് ലക്ഷ്യം. മാത്രമല്ല, ഈ ചതുപ്പു നിലത്ത് ഇന്നലെ വെള്ളമൊക്കെ വറ്റിച്ചതിന് ശേഷമായിരുന്നു പരിശോധന നടത്തിയത്. ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പല മേഖലകളിലും മഴയുണ്ട്. നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് മഴയുണ്ട്. അതിനാൽ തന്നെ അന്വേഷണം ഒരുപക്ഷെ ദുഷ്കരമാകാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴാണ് മാറിയിട്ടുള്ളത്. ഈ മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ദുഷ്കരമാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഈ മൃതശരീരത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രതികളായിട്ടുള്ള ദീപേഷിനെയും നിഖിലിനെയും 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ളത്. ആ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. അതിനു മുമ്പ് തന്നെ ഈ മൃതദേഹ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കൂടുതൽ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ കെടാവർ നായ ഉൾപ്പെടെയുള്ളവ എത്തിച്ചുകൊണ്ട് പരിശോധന തുടരാനാണ് ഇന്നത്തെ തീരുമാനം. ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് വെല്ലുവിളി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ പ്രധാന പ്രതിയായ മറ്റൊരു വ്യക്തി രഞ്ജിത്തിനെ പിടികൂടാനുമുണ്ട്. രാവിലെ 9 മണിയോടുകൂടി എന്തായാലും അന്വേഷണം ആരംഭിക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, ഉന്മേഷ്. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.